ഹായ് എവരിവൺ, വെൽക്കം ടു ഹെൽത്ത് സ്പേസ്. നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചും ടോക്സിസിറ്റിയെക്കുറിച്ചും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എക്സിറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മളതിൻ്റെ സംസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മളിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ അല്ലയോ, അല്ലെങ്കിൽ ടോക്സിസിറ്റി ഉള്ളൊരു അറ്റ്മോസ്ഫിയറിലാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് അതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അത് നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ഈ കാര്യത്തിനെ മാനേജ് ചെയ്യാൻ നമ്മുടെ ടോളറൻസ് ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മളൊന്ന് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ടോളറൻസ് ലെവൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയാൻ കാര്യം, സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമ വളരെയധികം ആവശ്യമാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ്, പിന്നെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി, ഇതെല്ലാം ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പറ്റണം. ചിലർക്കത് പറ്റുന്നുണ്ടാവില്ല. അവിടെയാണ് ഫസ്റ്റ് പ്രശ്നം തുടങ്ങുന്നത്. ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം നമ്മൾ അവരിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. അത് എത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി സ്റ്റെപ്പുകളിലോട്ട് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 100% എന്താണ് നമ്മൾ അനുഭവിക്കുന്നത് ആ കാര്യം നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളിൽ കൃത്യമായ ഇമോഷനോട് കൂടി എത്തിക്കാൻ പറ്റണം. നമുക്ക് ചിലപ്പോൾ വളരെ സമാധാനത്തോടുകൂടി ഇരുന്ന് പറയാൻ പറ്റുമായിരിക്കും, എന്നാൽ പറയുക. ചിലപ്പോൾ നമുക്ക് സങ്കടം വരുമായിരിക്കും, നമുക്കൊന്ന് കരയേണ്ടി വരുമായിരിക്കും. എങ്ങനെയാണോ അത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണോ അത് നമ്മൾ അവരുമായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇത്തരത്തിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തു പറയാൻ, വളരെ പേടിച്ച് അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എങ്ങനെ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാതെ ഒരു ഹാഫ് എക്സ്പ്രസ് ചെയ്തിട്ട് ബാക്കി കുഴപ്പമില്ല, അദ്ദേഹം മനസ്സിലായിക്കോളും അല്ലെങ്കിൽ അയാളെ മനസ്സിലായിക്കോളും എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കരുത്. അത് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ പൂർണ്ണമായ നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്, നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മളവിടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ എത്രയൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾക്ക് ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആയിട്ടുള്ള ഒരാൾ ഇത്തരത്തിലുള്ള ടോക്സിക് സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ബിഹേവിയറൽ, അതായത് സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാകും. ചൈൽഡ്ഹുഡ് ട്രോമാസ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെ സ്വാധീനിക്കും. ആ കാര്യങ്ങളെല്ലാം ഇവിടെ പ്രതിഫലിക്കുകയും ചെയ്യും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനിലെ രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉള്ള ആളാണോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല. അത് ഒരു മെൻ്റൽ ഹെൽത്ത് എക്സാമിനറിൻ്റെ അടുത്ത് പോയി നമുക്ക് ആ ഒരു കാര്യം പറഞ്ഞോ, അല്ലെങ്കിൽ ഒന്നീ അദ്ദേഹമായിട്ട് പോവുകയോ അല്ലെങ്കിൽ നമ്മൾ പോയി ഇത്തരത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവർക്ക് ഇന്ന ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ നമ്മുടെ ബിഹേവിയറും അതുപോലെ തന്നെ നമ്മൾക്ക് അവരുടെ അടുത്തുള്ളൊരു ആറ്റിറ്റ്യൂഡും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക, ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കുറേയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്നിട്ട് നമുക്ക്, അതായത് ഇത്രയൊക്കെ നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് സെൽഫായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കൗൺസിലറിനെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ നിങ്ങൾ സമീപിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക. ഉറപ്പായിട്ടും തെറാപ്പീസിലൂടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസിലൂടെയൊക്കെ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും.
ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ കൈവിടരുത്. സന്തോഷമുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ സന്തോഷം കെടുത്തുന്ന ഒരു ബന്ധങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ധൈര്യത്തോടു കൂടി അവരുമായിട്ട് തുറന്നു പറയാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ അവരുടെ അടുത്ത് ചെയ്യേണ്ട ഒരു ഉപകാരവും നമ്മളുടെ അടുത്ത് ചെയ്യേണ്ട ഒരു ഉപകാരം. ഇപ്പോൾ ജീവിതത്തിൽ ഹാപ്പിനെസ് ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല. നമ്മളെപ്പോഴും ഒരു ഹാപ്പി ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടോക്സിക് ബന്ധങ്ങളെ ഒക്കെ നമ്മൾ മാറ്റി നിർത്തുക. നമ്മൾക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുക. അതിലൂടെ നമ്മുടെ സന്തോഷം നമ്മൾ കീപ്പ് ചെയ്തു പോവുക. അപ്പോൾ ജീവിതത്തിൽ സന്തോഷം നൽകാത്ത ആൾക്കാരെ നമ്മൾ എപ്പോഴും മാറ്റി നിർത്തുക. അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ഹെൽത്ത് സ്പേസ്.